പ്രൈസ് ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ നമുക്ക് ഒരു ദിവസം കൂടി ഒരു അവസരം കൂടി കിട്ടി. ഈ ലോകയാത്ര എത്ര ക്ഷണികമാണ്. നമ്മളെ രക്ഷിച്ച, നമ്മളെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവിന് നമ്മളെക്കുറിച്ച് എത്ര വലിയ പദ്ധതികളാണ് ഉള്ളത്. നമ്മളത് അറിയണം. നമ്മൾ കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ആ പദ്ധതിയെ അറിഞ്ഞ് ആ വഴിയിൽ ജീവിക്കുമ്പോൾ ദൈവഹൃദയത്തിന് എന്തൊരു സന്തോഷമാണ്. കർത്താവിൻ്റെ സ്നേഹം നമ്മളെ തേടി വന്നു. സ്നേഹം എന്താണെന്ന് പോലും അറിയാത്ത നമുക്ക് സ്നേഹം ലഭിച്ചു. അവിടുത്തെ വലിയ സ്നേഹമാണ് നമ്മളെ രക്ഷിച്ചത്. അപ്പം രക്ഷിക്കപ്പെട്ട നമ്മൾ ഓരോ ദിവസവും എത്രമാത്രം കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിലായിരിക്കണം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ദൈവവിളിയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അപ്പം നമുക്ക് ലഭിച്ച ദൈവത്തിൻ്റെ വിളി അതെത്ര ഉന്നതമായ വിളിയാണ്. അത് സ്വർഗീയ വിളിയാണ്. അത് വിശുദ്ധ വിളിയാണ്. അത് അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്കുള്ള വിളിയാണ്. അപ്പോൾ മരണത്തിൽ നിന്നും നിത്യജീവനിലേക്ക് നമ്മൾ വിളിച്ചാക്കിയ ആ നമ്മുടെ കർത്താവിന് നമ്മളെക്കുറിച്ച് എത്ര ശ്രേഷ്ഠമായ പദ്ധതികളാണ്. ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്നുള്ളത് എത്ര ശ്രേഷ്ഠമാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു ജീവിതം, ഈ ലോകത്തിൽ പ്രത്യാശയുള്ള ജീവിതം, യഥാർത്ഥ സമാധാനമുള്ള ജീവിതം നയിക്കുവാൻ ഒരു ക്രിസ്ത്യാനിക്ക് മാത്രമേ കഴിയൂ. കാരണം ഇതെല്ലാം നമുക്ക് കർത്താവിലൂടെ മാത്രം ലഭിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ദിവസവും കർത്താവ് പഠിപ്പിച്ച അല്ലെങ്കിൽ കർത്താവിൻ്റെ കൽപ്പന എന്ന നിലയിൽ ഒരു കാര്യം നിങ്ങളെ ഓർപ്പിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായം 34-ാം വാക്യം. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. അപ്പോൾ ഒരു ക്രിസ്ത്യാനിത്വത്തിൻ്റെ ശരിയായ അടയാളം സ്നേഹമാണ്. നമ്മൾ തമ്മിൽ സ്നേഹിക്കണം. അതുകൊണ്ടാണ് കർത്താവ് അതിൻ്റെ 35-ാം വാക്യത്തിൽ നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. അപ്പം നമുക്ക് തമ്മിലുള്ള സ്നേഹം, ഈ സ്നേഹം നമുക്ക് പരസ്പരം പങ്കുവയ്ക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് കർത്താവിൽ നിന്നും ലഭിച്ച സ്നേഹം, നമുക്ക് ആക്ച്വലി സ്നേഹത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു. എന്നാൽ ദൈവം നമ്മളെ സ്നേഹിച്ചാണ് ആ സ്നേഹം നമ്മൾ അറിയുന്നത്. ആ സ്നേഹത്തിൻ്റെ വലിപ്പം, അതിൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ മഹത്വമൊക്കെ ഒന്ന് മനസ്സിലാക്കി നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ദൈവഹൃദയത്തിന് എത്ര സന്തോഷമാണ്. കാരണം നമുക്കറിയാം, സ്നേഹത്തിൻ്റെ അപ്പസ്തോലൻ എന്ന് വിളിക്കുന്ന യോഹന്നാൻ അപ്പസ്തോലൻ എപ്പോഴും നമുക്കറിയാം സ്നേഹത്തെക്കുറിച്ച് തന്നെ. താൻ വളരെ പ്രായമായിരിക്കുമ്പോഴും തനിക്ക് നടക്കാൻ കഴിയില്ല, കിടക്കമേൽ കിടക്കുന്ന അവസ്ഥയിലും കൂട്ടായ്മയിലേക്ക് എടുത്തുകൊണ്ട് വരുമ്പോൾ യോഹന്നാനോട് അവിടെയുള്ള മറ്റുള്ള വിശുദ്ധന്മാർ ചോദിക്കും, അങ്ങേക്ക് ഇന്ന് സഭയോടുള്ള എന്തെങ്കിലും ദൂതുണ്ടോ എന്ന് ചോദിച്ചാൽ യോഹന്നാന് പറയാനുണ്ടായിരുന്ന ഒരേ ഒരു കാര്യം, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന മാത്രമായിരുന്നു. ആ ഒരു വാക്കിൽ മുഴുവൻ സന്ദേശം ഉൾക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ സ്നേഹമല്ലേ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് തോന്നിപ്പോകും. കാരണം നമുക്കറിയാം, മത്തായി 24:12 പറയുന്നുണ്ട്, അതിക്രമം പെരുകുന്നതുകൊണ്ട് സ്നേഹം തണുക്കും. അല്ലെങ്കിൽ ആ സ്നേഹത്തെ നമുക്ക് കാണുവാൻ കഴിയില്ല. ഇന്ന് അതിക്രമങ്ങൾ, ഇന്ന് പാപം ഏറ്റവും വർദ്ധിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇന്ന് നമുക്ക് ആ സ്നേഹത്തെ നമുക്ക് പരസ്പരം പങ്കുവയ്ക്കുവാനായിട്ട് കഴിയുമോ? കർത്താവിൻ്റെ ആ ഹൃദയത്തെ തണുപ്പിക്കുവാൻ നമുക്ക് കഴിയുമോ? ആ സ്നേഹത്തിൽ നമുക്ക് വസിക്കുവാൻ കഴിയുമോ? ആ സ്നേഹം എങ്ങനെ നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാൻ കഴിയും? ഈ കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നത് എത്ര വലിയ കാര്യമാണ്. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് ലോകം അറിയും, എല്ലാവരും അറിയും.
ആ സ്നേഹത്തെ വെളിപ്പെടുത്തി നമുക്ക് ജീവിക്കുവാൻ നമുക്കിന്ന് കഴിയുന്നുണ്ടോ? സ്നേഹിക്കുക എന്നുള്ളത് നമ്മളോടുള്ള ദൈവത്തിൻ്റെ വലിയൊരു കൽപ്പനയാണ്. നമുക്കറിയാം, ഈ 1 യോഹന്നാൻ അതിൻ്റെ 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുന്നത്, പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക, സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു, സ്നേഹിക്കുന്നതിനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവത്തെ അറിയുന്ന ഒരുവന് സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. നോക്കുക, അവിടെ അതിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. കണ്ടോ, എത്ര ഭയങ്കര കാര്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹം തന്നെ. അപ്പോൾ ദൈവം സ്നേഹമാണ്. അതിൻ്റെ 1 യോഹന്നാൻ 4-ന്റെ 16-ാം വാക്യം വായിക്കുമ്പോഴത്തേക്കും വായിക്കുന്നത് ഇങ്ങനെ, ദൈവത്തിന് നമ്മളുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചിരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. അപ്പോൾ സ്നേഹത്തിൽ വസിക്കുക, ദൈവം സ്നേഹം തന്നെ. നമ്മളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം, ദൈവം സ്നേഹം തന്നെ. അപ്പോൾ സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. നമുക്കറിയാം, തുടർമാനമായിട്ട് യോഹന്നാൻ 15-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്ന കാര്യമാണ്, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ധാരാളം ഫലം കായ്ക്കും. അപ്പോൾ നമ്മൾ കർത്താവിൽ വസിക്കുക, കർത്താവ് നമ്മളിൽ വസിക്കുക, ഇത് ഒരു വിലപ്പെട്ട ഒരു സത്യവും തത്വവുമാണ്. അതെങ്ങനെ കഴിയുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ പറയുന്നത് അത് സ്നേഹത്തിലൂടെയാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെ മറ്റൊരു അടയാളമാണ് ദൈവം പറയുന്നത്, നമ്മൾ അനുസരിക്കും. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും, യോഹന്നാൻ 14-15 കർത്താവ് പറയുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് കർത്താവിലാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാതിരിക്കുവാനായിട്ട് കഴിയില്ല. നമ്മൾ ചിന്തിക്കണം, പ്രിയമുള്ളവരെ, നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത് നമ്മൾ സ്നേഹിക്കണം. ആ സ്നേഹത്തിൻ്റെ മഹാത്മ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയുള്ള സ്നേഹമാണ് പ്രാപിച്ചത്? അതിൻ്റെ 1 യോഹന്നാൻ 3-1 പറയുന്നുണ്ടല്ലോ, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മയും അറിയുന്നില്ല. അപ്പോൾ കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അല്ലേ? അപ്പോൾ നമ്മളെ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ നമുക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോ? കാരണം അതേ യോഹന്നാൻ 3-8 പറയുന്നു, അവരിൽ പാവമില്ല, അവരിൽ വസിക്കുന്നവൻ പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. ഞാനിപ്പോൾ വായിച്ചത് 6-ാമത്തെ വാക്യമാണ്. അതിൻ്റെ 8-ാം വാക്യം, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാവുന്നു. നോക്കുക, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാവുന്നു. അതുകൊണ്ടല്ലേ യഹൂദന്മാരെ പോലും യോഹന്നാൻ 8-44 നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ എന്ന് പറയാൻ ഇടയായത്. കാരണം ഈ ലോകത്തിൽ നമുക്കറിയാം, നമ്മൾ ഈ ലോകത്തിൽ ജനിച്ച ആ ജനനത്തിൽ തന്നെ നമ്മുടെ ജനനം എങ്ങനെയായിരുന്നു? സങ്കീർത്തനം 51-5-ാം വാക്യം, ഇതാ ഞാൻ അകൃത്യത്തിൽ ഒരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. നോക്കണം, അപ്പോൾ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ നമ്മൾ അകൃത്യത്തിൽ ഉരുവായി എന്നാണ്. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. നോക്കുക, അപ്പോൾ അങ്ങനെ ഒരു പാപിയായി ഈ ലോകത്തിലേക്ക് പിറന്ന ഒരു വ്യക്തി അവനൊരു ദൈവവൈതലായി മാറുക എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കണം, അത് ദൈവത്തിൻ്റെ കരത്തിൻ്റെ വലിയ പ്രവൃത്തിയാണ്. യഥാർത്ഥമായും വീണ്ടും ജനിച്ച ഒരു ദൈവവൈതൽ എത്ര കണ്ട് ദൈവത്തെ സ്തുതിച്ചാലും മതി വരികയില്ല. അതുകൊണ്ടാണ് നമ്മൾക്ക് റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, റോമാലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. പ്രിയമുള്ളവരെ, ദൈവം സ്നേഹമാണെന്ന് ക്രൂശിൽ ദൈവം സകല മാനവരാശിക്കും
അത് പ്രദർശിപ്പിച്ചു. നമ്മൾ ചിന്തിക്കുക, അതൊരു വലിയ ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനമായിരുന്നു. ആ സ്നേഹത്തിലേക്ക് ഒരു പാപി ഹഠാത് ആകർഷിക്കപ്പെടണം. നമുക്ക് വേണ്ടി സാക്ഷാൽ ദൈവപുത്രൻ എന്തായി തീർന്നു? അവിടുന്ന് നമുക്ക് വേണ്ടി വിരുവനാക്കപ്പെട്ടു. എന്തിനു വേണ്ടിയാണ്? നമ്മളെ വീണ്ടെടുക്കുവാൻ, നമ്മളെ രക്ഷിക്കുവാൻ, നമ്മളെ തൻ്റെ മക്കളാക്കി തീർക്കുവാൻ. ദൈവം തൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ച പ്രദർശനശാലയാണ് ക്രൂശ്. അപ്പോൾ ആ സ്നേഹത്തെ നമ്മൾ ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്നേഹത്തിൽ നിന്നും വേർപെടുത്തുവാൻ ആർക്കും കഴിയില്ല. യഥാർത്ഥമായും വീണ്ടും ജനിച്ച എല്ലാ ദൈവമക്കളിലും നമ്മൾ അതേ റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നമ്മൾ പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകരപ്പെട്ടിരിക്കുക. ഈ സ്നേഹം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിയണം. ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്നതാണ് വായി പ്രസ്താവിക്കുന്നത്. അപ്പോൾ നമ്മുടെ അധരങ്ങളിലൂടെ വീഴുന്ന ആ വാക്കുകൾ അത് മറ്റുള്ളവരെ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരുന്നവയായിരിക്കണം, ആകർഷിക്കുന്നവയായിരിക്കണം. വളരെ ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം. ലാവണ്യ വാക്കുകൾ എന്നാണ് കർത്താവിൻ്റെ വാക്കുകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ജീവൻ്റെ വചനം നമ്മൾ പ്രസ്താവിക്കുമ്പോൾ മറ്റുള്ളവർക്കും നിത്യജീവൻ പ്രാപിക്കുവാൻ ഇടയാകണം. അപ്പോൾ നമ്മൾ ഇത്രമാത്രം പാപികളും ദോഷികളുമായിട്ടും കർത്താവ് നമ്മളെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ആ മകൾ സ്നേഹത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നത്, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും. അപ്പോൾ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഇത്ര വലിയ സ്നേഹം. അതെ, ആ മഹാസ്നേഹം, ആ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു 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 പരിധിയില്ലാത്ത മഹൽ സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹമാണ് തേടി വന്ന് നമ്മളെ വീണ്ടെടുത്തത്. നമ്മളെ രക്ഷിക്കപ്പെടുവാൻ, നമ്മൾ വീണ്ടും ജനിക്കുവാൻ, നമ്മൾ ദൈവ കുടുംബത്തിലെ അംഗമായി തീരുവാനൊക്കെ കാരണം ദൈവസ്നേഹം നമ്മളെ തേടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ സ്നേഹത്തെ നമുക്ക് ഗ്രഹിക്കുവാനും ആ സ്നേഹത്തെ നമുക്ക് അനുഭവിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് അത് പകരുവാനും നമുക്ക് കഴിയുന്നുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ എങ്ങനെ സ്നേഹിക്കണം? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ കർത്താവിൻ്റെ നമ്മളോടുള്ള സ്നേഹം, നമ്മുടെ ഏത് ദിശയിലാണ് ദൈവം നമ്മളെ ഇങ്ങനെ സ്നേഹിച്ചത്? നമ്മൾ പാപികളായിരിക്കുമ്പോൾ, നമ്മൾ ദൈവത്തോട് ശത്രുക്കളായിരിക്കുമ്പോൾ, നമ്മൾ പാപസംബന്ധമായി മരിച്ചു കിടന്ന അനുഭവത്തിൽ, നമ്മൾ വളരെ നിർബലരായിരുന്ന സമയത്ത് കർത്താവ് നമ്മളെ സ്നേഹിക്കുക. ആ മകൻ സ്നേഹം നമ്മൾ മനസ്സിലാക്കണം. ആ സ്നേഹമാണ് നമ്മളിലൂടെ ഇനിയും കർത്താവ് മറ്റുള്ളവരിലേക്ക് പകരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് കൊള്ളാവുന്നൊരു പാത്രമായി ദൈവം നമ്മളെ ഈ തലമുറയിൽ കണ്ടു. എന്നിട്ട് തൻ്റെ സ്നേഹം തൻ്റെ ആത്മാവിലൂടെ നമ്മളിലേക്ക് പകർന്നു. ഇനി ഈ സ്നേഹത്തിൻ്റെ പകരുവാനുള്ളൊരു പാത്രമായി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ അതിനുവേണ്ടി നമ്മൾ അതേ എഫേസ്യർ 1:6 വായിക്കുന്നത്, നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനാനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും. നോക്കണം, സ്നേഹത്തിൽ നമ്മെ മുൻനിയമിച്ചു. ദൈവം നമ്മളെ നേരത്തെ തന്നെ നമ്മളെ സ്നേഹത്തിൽ മുൻനിയമിച്ചിരുന്നു, തനിക്ക് വേണ്ടി കരുതിയിരുന്നു. അത് നമ്മൾ അതിൻ്റെ 1:4 വായിക്കുന്നുണ്ടല്ലോ. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. നമ്മളെ തിരഞ്ഞെടുത്തു, നമ്മളെ മുൻനിയമിച്ചു. ഈ പ്രയോഗങ്ങളൊക്കെ വളരെ ആഴമായ കാര്യങ്ങളാണ്.
നിത്യതയിൽ തന്നെ ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ച ഈ ഭാഗ്യ പദവിയെ ഓർത്ത് നമ്മൾ എത്രമാത്രം കർത്താവിനോട് നന്ദിയുള്ളവരായിരിക്കണം പ്രിയമുള്ളവരെ. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവത്തിലും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ രക്ഷയിൽ നമ്മൾ എത്രമാത്രം സന്തോഷിക്കുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കടപ്പെട്ടവരാ. നമ്മുടെ ജീവിതത്തിൽ നമുക്കത് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, കാൺമീൻ നാം ദൈവമക്കളിൽ നിന്ന് വിളിക്കപ്പെടുന്നു. അപ്പോൾ ഒരിക്കൽ നമ്മൾ പിശാചിന്റെ മക്കളായിരുന്നു, നമ്മൾ ഇരുട്ടിലായിരുന്നു, നമ്മൾ ഇരുട്ടിൽ സഞ്ചരിക്കുകയായിരുന്നു, നമുക്ക് ദൈവമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് നമ്മൾ എല്ലാത്തെയും ഉളവാക്കിയ, ഒന്നുമില്ലായ്മയിൽ നിന്നും ഉളവായി വരട്ടെ എന്നുള്ള ഒരു ശബ്ദത്താൽ ഉളവാക്കുവാൻ കഴിയുന്ന ആ മഹാനായ ദൈവത്തിൻ്റെ മക്കളായി നമ്മൾ തീർന്നു എന്ന് പറയുമ്പോൾ അവിടുന്ന് നമ്മുടെ പിതാവായിരിക്കുന്നു എന്നുള്ള അറിവ് എത്രമാത്രം നമുക്ക് കർത്താവിന് നന്ദി കരേറ്റാൻ കടപ്പെട്ടവരാണ് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ ഈ സ്നേഹം അനുഭവിക്കുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഈ സ്നേഹം അനുഭവിച്ചിട്ട് നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലിൽ നമുക്ക് ഈ സ്നേഹത്തെ പങ്കുവയ്ക്കുവാൻ കഴിയുന്നുണ്ടോ? നമ്മൾ റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ വെറൊരു പ്രകടനമായിരിക്കാൻ പാടില്ല, വ്യാജമില്ലാത്തതായിരിക്കണം. നമുക്കറിയാം ഇന്ന് ലോകത്തിലെ എല്ലാ കാര്യങ്ങൾക്കും വ്യാജമാണ്. ഭക്തി കപടഭക്തിയായി മാറിയിരിക്കുന്നു. കള്ള നാണയങ്ങൾ, കള്ളനോട്ട്, അപ്പോൾ എല്ലായിടത്തും കള്ളത്തരങ്ങളാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങളുടെ സ്നേഹം നിർവ്യാജമായിരിക്കണം. നിർവ്യാജ സ്നേഹം. നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നെങ്കിൽ ആ സ്നേഹത്തിൽ കപടത പാടില്ല. പത്രോസ് അതിനെക്കുറിച്ച് പറയുമ്പോൾ 1 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായം 1 പത്രോസ് 1-ാം അധ്യായം 22-ാം വാക്യം, നിർവ്യാജമായ സഹോദരപ്രീതി, ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പിൻ. അതിൻ്റെ അവസാനം, ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പിൻ, ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പിൻ. അതേ പത്രോസ് 4:8 അതിൻ്റെ 4:8-ാം വാക്യം, സകലത്തിന് മുൻപേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും. നോക്കുക, ഉറ്റ സ്നേഹം. നമ്മൾ ചിന്തിക്കുക, ഹൃദയപൂർവ്വമുള്ള സ്നേഹം, ഹൃദയപൂർവ്വം അന്യോന്യം സ്നേഹിപ്പിൻ, ഉറ്റ സ്നേഹിപ്പിൻ. നോക്കണം, നമ്മുടെ സ്നേഹം ദൈവം അളക്കും തൻ്റെ ത്രാസിൽ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള സ്നേഹബന്ധം എങ്ങനെയുണ്ട്? എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭ സമയത്തൊക്കെയുള്ള ദൈവമക്കൾക്കുള്ള പരസ്പര സ്നേഹം വളരെ ഗഹനമായിരുന്നു. കാണുമ്പോൾ, ദൂരത്തു നിന്ന് കാണുമ്പോൾ പ്രേസ്തലോട് പറഞ്ഞ് ഓടി വന്ന് സ്നേഹ ചുംബനം ചെയ്ത് എത്ര വലിയ സ്നേഹമായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് ഒരു സ്നേഹ ചുംബനം പോലും പരസ്പരം ജനങ്ങൾ കൊടുക്കുന്നില്ല. എത്ര ദുഃഖകരമായ ഒരവസ്ഥയാണ്. നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ. നമുക്ക് യഥാർത്ഥമായിട്ടും ഉറ്റു സ്നേഹിക്കുവാനായിട്ട്, ഹൃദയപൂർവ്വം സ്നേഹിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മാത്രമല്ല, നമ്മൾ പരസ്പരം ഇന്നുള്ള പരസ്പര സഹായങ്ങളോ, പരസ്പരമായിരിക്കുന്ന ഒരുവൻ മറ്റൊരുവനെ ഏതെങ്കിലും നിലയിൽ സഹായിക്കുന്നുവെങ്കിൽ അതിൽ പോലും കള്ളത്തരങ്ങളാണ്, കപടതയാണ്. എന്തോ ചില മതലപ്പിന് വേണ്ടി, അവരുടേതായിരിക്കുന്ന നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറയുമ്പോൾ, ഗലാത്യർ 5:13 വാക്യം അതിൻ്റെ അവസാന ഭാഗം ഞാൻ വായിക്കാം. സ്നേഹത്താൽ അന്യോന്യം സേവിപ്പീൻ. നോക്കുക, സ്നേഹത്താൽ അന്യോന്യം സേവിപ്പീൻ. അപ്പോൾ നമ്മൾ പരസ്പരം സേവിക്കുന്നത് അല്ലെങ്കിൽ ശുശ്രൂഷിക്കുന്നത് എങ്ങനെയായിരിക്കണം? സ്നേഹത്തിലൂടെ ആയിരിക്കണം. നമ്മൾ കൂട്ടായ്മ ജീവിതത്തിൽ അനേക തിക്തഫലങ്ങൾ, നമ്മൾ സ്നേഹിക്കുന്ന അനേകർ
നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കരുവേപ്പില എടുത്ത് മാറ്റിക്കളയുന്ന പോലെ നമ്മളെ തള്ളിക്കളയുന്ന അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടാവും. അവർക്കതിൻ്റെ മഹത്വം മനസ്സിലായില്ല, ആ വേദന മനസ്സിലായില്ല. എന്നാൽ നമ്മളവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. എന്നാൽ ആ സ്നേഹം അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. വളരെ വിലപ്പെട്ടൊരു സത്യമാണ് പ്രിയമുള്ളവരെ. അപ്പം നമ്മുടെ സ്നേഹം എങ്ങനെയായിരിക്കണം, നമ്മുടെ സേവനങ്ങൾ എങ്ങനെയായിരിക്കണം? ആ സേവനം അത് സ്നേഹത്താൽ അന്യോന്യം സേവിപ്പീൻ. വളരെ വിലപ്പെട്ട കാര്യമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് ആത്മാവിലൂടെ ചെയ്യുവാൻ കഴിയണം. ആത്മാവിൻ്റെ ഫലമാണല്ലോ സ്നേഹം. അപ്പോൾ അങ്ങനെ ആ സ്നേഹത്താൽ നമ്മൾ 2 Corinthians 5:14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ 2 Corinthians 5-ാം അധ്യായം അതിൻ്റെ 14-15 ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. അതാ നമുക്ക് ഒരു കൂട്ടായ്മയ്ക്ക് പോകാനായിട്ട് കർത്താവിൻ്റെ സ്നേഹമാണ് നമ്മളെ നിർബന്ധിക്കുന്നത്. ഇന്ന് പലരും വരുന്നത് പരപ്രേരണയാലൊക്കെയാണ്. ആ സ്നേഹമൊക്കെ അങ്ങ് മാറി. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കണം. ആ ക്രിസ്തുവിനായി ജീവിക്കുവാൻ, ആ ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകരുന്നൊരു പാത്രമായി ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ള ആ സന്തോഷത്തിൽ, ആ സംതൃപ്തിയിൽ കർത്താവിനെ സേവിക്കാൻ കഴിയുന്നത് എത്ര ഭാഗ്യമാണ്. ആത്മാർത്ഥതയോടെ നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ. എന്നിട്ട് പറയുകയാണ് അതിൻ്റെ 15-ാം വാക്യത്തിൽ, എല്ലാവർക്കും വേണ്ടി ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ഇനി ജീവിക്കുന്ന ഈ ചെറിയൊരായുസ് അത് കർത്താവിന് വേണ്ടി ജീവിക്കണം. കർത്താവ് നമുക്ക് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചതെന്ന് അംഗീകരിക്കുന്ന ഒരു വ്യക്തി, ആ മകൾ സ്നേഹത്തെ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തി, തുടർന്നുള്ള ജീവിതം കർത്താവിന് വേണ്ടിയുള്ള ജീവിതമായിരിക്കണം. നമ്മൾ എന്ത് ചെയ്താലും അവിടെ കർത്താവിന് മഹത്വം ഉണ്ടാകണം. ആ ഒരു ലക്ഷ്യബോധത്തോടു കൂടി ആയിരിക്കണം ഈ ചെറിയൊരായുസ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ മാത്രമല്ല, ഇന്ന് ചെറിയ കാര്യങ്ങളിലൊക്കെ നിസ്സാര കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർ പിണങ്ങുകയും അകന്നു പോവുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ എഫേസ്യ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ പൗലോസിനെ ഓർപ്പിക്കുന്ന ഒരു വലിയ കാര്യം, എഫേസ്യ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുക. സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുക. നോക്കുക, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കാൻ കഴിയുക. മറ്റുള്ളവരെ, ഒരു വ്യക്തിയെ നമുക്ക് അവരുടെ ഏതെങ്കിലും തെറ്റ് നമ്മളോടുണ്ടായാലും അത് നമുക്ക് പൊറുക്കുവാൻ, ക്ഷമിക്കുവാൻ നമുക്ക് കഴിയണം. സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുക. മാത്രമല്ല 1 Corinthians 16-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ, 1 Corinthians 16-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം വായിക്കുമ്പോഴത്തേക്കും നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. അതല്ലേ പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ എത്രയെല്ലാം കൃപാവരങ്ങളുള്ളവരാണെന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം ഉണ്ടായിരിക്കുന്നത് സ്നേഹത്തിൽ തന്നെയാണ്. എല്ലാം സ്നേഹത്തിൽ. പരസ്പരം ഇന്ന് പല വിശ്വാസികളും കാണുമ്പോൾ അവർക്ക് ഹൃദയംഗമായിട്ടൊന്ന് പുഞ്ചിരിക്കാൻ പോലും കഴിയാത്ത അനുഭവം നമുക്ക് കാണാൻ കഴിയും. കാരണം അവരുടെ ഇടുങ്ങിയ ഹൃദയം. നമ്മൾ ചിന്തിക്കണം, നമുക്ക് യഥാർത്ഥമായിട്ടും മറ്റുള്ളവരെ കാണുമ്പോൾ ദൈവസ്നേഹത്തിൽ ഒന്ന് പുഞ്ചിരിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവസ്നേഹത്താലാണോ? നിത്യതയുടെ കാഴ്ചപ്പാട് ലഭിച്ച ഓരോ വ്യക്തിയും നമ്മൾ ദൈവാത്മാവിനാലും ദൈവസ്നേഹത്താലും ഓരോ കാര്യങ്ങളും ചെയ്യുന്നില്ല എങ്കിൽ പ്രിയമുള്ളവരെ, നിത്യതയിൽ നമുക്ക് യാതൊരു നേട്ടവും ഉണ്ടാകില്ല. അതിനെക്കുറിച്ച് പൗലോസ് കൃപാവരങ്ങളെക്കുറിച്ചും അനേക വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ 1 Corinthians 12-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം
ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാത്തേക്കാളും കവിഞ്ഞുള്ള ഉന്നതമായ ശ്രേഷ്ഠമായ മാർഗം. എന്നിട്ട് അതിൻ്റെ 13-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധന്മാർ വളരെ ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ്. പറയുന്നത്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്തളമോ അത്രേ. ഇന്നത്തെ ആത്മീയകോളത്തിൽ ഒരു വലിയ ഒരു വഞ്ചന ചിലർക്ക് അവരന്യഭാഷയിൽ മാത്രം സന്തോഷിക്കുന്നവരാണ്. അവർക്ക് കർത്താവിനെ ഒന്നും മഹത്വപ്പെടുത്തണമെന്നുള്ളതല്ല, ദാതാവിനേക്കാൾ ദാനത്തിൽ ഇന്ന് അങ്ങനെ ഒരു കാര്യം ഇല്ല. എങ്കിലും ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി അഭിനയിക്കുക, അങ്ങനെയുള്ള വഞ്ചകന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുക ആത്മീയകോളം. അവർക്ക് സ്നേഹമെന്തെന്നേ അറിഞ്ഞുകൂടാ. എത്ര ഭയങ്കരമായ പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവിൻ്റെ ദാസൻ ഓർപ്പിക്കുകയാണ്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എന്ന് പറഞ്ഞാൽ വെറുതും ശബ്ദം കേൾപ്പിക്കുക മാത്രം, ഒരർത്ഥമില്ലാത്ത കാര്യം, സത്യമല്ല, വഞ്ചനയാ പ്രിയമുള്ളവരെ. വഞ്ചിക്കപ്പെടരുതേ. എന്നിട്ട് വീണ്ടും പറയാണ്, എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഏതുമില്ല. സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. കണ്ടോ, 0, ഒരു പ്രയോജനവുമില്ല. വളരെ വലിയ വലിയ കാര്യങ്ങളൊക്കെ വിശ്വാസത്താൽ ചെയ്യാൻ കഴിയുന്ന ആ വ്യക്തികൾക്കും സ്നേഹത്തിൽ ചെയ്യുവാൻ കഴിഞ്ഞില്ല എങ്കിൽ, അത് ആത്മനടത്തിപ്പിലല്ല എങ്കിൽ ഏതുമില്ലെന്ന അടുത്ത വാക്യമാണ് ഭയങ്കരം. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാനേൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. ഒരു പ്രയോജനവുമില്ല. അതാ പ്രിയമുള്ളവരെ, പ്രയോജനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാവിയിലേക്ക് യാതൊരു പ്രയോജനവുമില്ല. അപ്പോൾ കർത്താവിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ കർത്താവിൻ്റെ ന്യായാസനത്തിൽ രക്ഷിക്കപ്പെട്ടവരെല്ലാവരും ന്യായാസനത്തിന് മുമ്പിലെത്തും. എന്നാൽ അന്ന് നമുക്ക് ലഭിക്കേണ്ട പ്രതിഫലം അത് നമ്മൾ ഈ ലോകത്തിൽ ദൈവാത്മാവിലൂടെ ദൈവസ്നേഹത്തിലൂടെ ചെയ്തവയ്ക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ സാധാരണ എപ്പോഴും പറയാറുള്ളൊരു കാര്യം, കർത്താവ് നമ്മിൽ വസിച്ചുകൊണ്ട് എന്തെല്ലാം ചെയ്യുവാൻ നമ്മളെ കർത്താവിന് ലഭിച്ചോ അതിന് മാത്രമേ പ്രതിഫലമുള്ളൂ. നമുക്ക് മനസ്സിലായോ? ഈ ആത്മനിറവിൻ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മളെ ലഭിക്കുന്നതാണ്. അങ്ങനെ നമ്മളെ തൻ്റെ മഹത്വത്തിനു വേണ്ടി ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ആ പ്രവൃത്തികൾക്ക് മാത്രമാണ് നിത്യതയിൽ പ്രതിഫലമുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും നമ്മൾ ആത്മാവിൽ നിറയപ്പെടണം, ആത്മാവിനാൽ നടത്തപ്പെടണം. അവരാണല്ലോ ദൈവമക്കളെന്ന് റോമർ 8:14 വായിക്കുന്നേ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടാതെ നമുക്ക് ആത്മാവിനാൽ നയിക്കപ്പെടാൻ കഴിയില്ല. അങ്ങനെ നടക്കുന്ന ഒരു ജീവിതം നിത്യതയിൽ ചെല്ലുമ്പോൾ വലിയ പ്രതിഫലങ്ങൾ പ്രാപിക്കുവാൻ, നല്ലവനും വിശ്വസ്തനെ എന്നുള്ള ദാസനെ എന്നുള്ള വിളി കേൾക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ യഥാർത്ഥമായും വീട്ടിൽ ജനിച്ചവരാണെങ്കിൽ നമുക്ക് എല്ലാവരോടും സമാധാനമായിരിക്കാനും എല്ലാവർക്കും ദൈവത്തിൽ നിന്നും പ്രാപിച്ച സ്നേഹം കൊടുക്കുവാനും നമുക്കിന്ന് കഴിയുന്നുണ്ടോ? ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി യഥാർത്ഥ ശിഷ്യത്വത്തിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയുന്നുണ്ടോ? ഇതാ നമ്മൾ പരിശോധിക്കേണ്ടത്. നിത്യതയിൽ പ്രയോജനപ്പെടുന്നവരായി, അല്ലെങ്കിൽ നമുക്ക് നേട്ടം കൊയ്യുവാൻ കഴിയുന്ന ഒരനുഭവത്തിൽ ദൈവസ്നേഹത്തിൽ വസിക്കുവാൻ ദൈവമായ കർത്താവ് വചനങ്ങളാൽ എല്ലാ കേൾവിക്കാർക്കും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശ്വസിപ്പിച്ചും ഇന്നത്തെ ഈ സന്ദേശം ഞാനിവിടെ നിർത്തുന്നു. കർത്താവിൻ്റെ നാമത്തിൽ മാത്രം മഹത്വം ഉണ്ടാകട്ടെ.